ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇനി മത്സരിക്കുമോ? ബി ജെ പിയിൽ ഉയരുന്ന വലിയ ചോദ്യം അതാണ്. ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ഉപേക്ഷിച്ച് ഇനി ഒരുപക്ഷെ കണ്ണൂരോ പാലക്കാടോ താവളമാക്കുമോ? അതോ ഇനി തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിലായിരിക്കുമോ ശോഭയുടെ ശ്രദ്ധ? ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം CPM വിട്ട് ജില്ലാ പഞ്ചായത്ത് അംഗവും ഏരിയ കമ്മിറ്റി അംഗവുമായ ബിപിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നിരുന്നു. ബിപിൻ സി ബാബു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക വാങ്ങിയിരുന്നു. അത് പാർട്ടിക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. അതുപോലെ തന്നെ ബിപിൻ്റെ അമ്മ പ്രസന്നകുമാരിയും ബിപിനും പാർട്ടി വിടുകയാണെന്ന് കാണിച്ച് പാർട്ടി നേതൃത്വത്തിന് കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം നേരത്തെ നടന്ന സംഭവങ്ങളാണ്. ഒരു പൊട്ടിത്തെറിയല്ല, പെട്ടെന്നുണ്ടായതല്ല. വളരെ നേരത്തെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ പോകുന്നത് ബിപിൻ. അപ്പോൾ സജി ചെറിയാൻ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇപ്പോൾ പാർട്ടി വിടരുത്, ഇലക്ഷൻ സമയമാണ്, ഇപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ അനുനയിപ്പിച്ചാണ് ഇവരെ പാർട്ടിയിൽ നിർത്തിയിരുന്നത്. അപ്പോൾ ബിപിനിങ് പോകുന്നു, പക്ഷേ അമ്മ പാർട്ടി വേദികളിലൊക്കെ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. അതാണ് വാസ്തവം. ബിപിൻ വന്നത് എന്തിനാകും? ബിപിന് കായംകുളം മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ കണ്ണുണ്ട്. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് നല്ല മുൻതൂക്കമുണ്ട്. അത് പറയാൻ കാരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2009 മുതലുള്ള തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് പരിശോധിച്ചാൽ അത് ക്രമാനുഗതമായി ബി ജെ പിയുടെ വോട്ട് കൂടുന്നു. കായംകുളമുണ്ട്, ചേർത്തല, അമ്പലപ്പുഴ, അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ കരുനാഗപ്പള്ളി പ്രദേശം, ഈ പ്രദേശങ്ങളിലൊക്കെ ബി ജെ പിയുടെ വോട്ടിംഗ് നില കൂടുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലെ വോട്ട്, അതായത് CPM കിട്ടിയ വോട്ട് വെറും 191 വോട്ട് മാത്രമാണ് കൂടുതൽ. അതുപോലെ അമ്പലപ്പുഴയിലാകട്ടെ 110 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ AM ആരിഫിന് ശോഭയേക്കാൾ കൂടുതലുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലോ ചേർത്തലയിലും ഹരിപ്പാടുമൊക്കെ വമ്പൻ മുന്നേറ്റം ശോഭയാണ് നടത്തിയത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എവിടെ മത്സരിച്ചാലും ശോഭയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ട് കൂടുതൽ കിട്ടേണ്ട സാധ്യതയുണ്ട്. ശോഭ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് BJP ആളുകൾ കരുതിയിരുന്നത്. അപ്പോഴാണ് ബിപിൻ സി ബാബുവിൻ്റെ രംഗപ്രവേശം. ബിപിൻ സി ബാബു കായംകുളത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് BJPക്കാർക്കും അറിയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കായംകുളത്ത് 2ാം സ്ഥാനമായിരുന്നു. CPMന് 3ാം സ്ഥാനമായി പോയി. CPMൻ്റെ സ്ഥാനാർത്ഥി AM ആരിഫിനേക്കാൾ 955 വോട്ടുകൾ ശോഭയ്ക്ക് കൂടുതലുമാണ്. ടോട്ടൽ നോക്കുമ്പോൾ ഏകദേശം 5352 വോട്ട് കൂടുതലാണ്. 2ാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ, ആരിഫ് 3ാം സ്ഥാനത്താണ്. അങ്ങനെ വരുമ്പോൾ ഈ വോട്ടുകൾ, അതായത് ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും, ഏത് മണ്ഡലത്തിൽ നിന്നാലും വോട്ട് കൂടുതൽ നേടും. അത് 2019, അതിന് ഉദാഹരണം 2019 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJP മുന്നണിക്ക് 17.22% വോട്ടായിരുന്നു. 17.22% വോട്ട്. എന്നാൽ 2024 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ 28.3% വോട്ടുകൾ ആലപ്പുഴയിൽ NDAക്ക്, അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ശോഭാ സുരേന്ദ്രനോട് ലഭിച്ചു. 28.3% വോട്ട് പാർട്ടിക്ക് ലഭിക്കുന്നത് ആദ്യമായാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ആകെ നോക്കുകയാണെങ്കിലും ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ്റെ അത്ര മിന്നുന്ന പ്രകടനം, മുന്നേറ്റം മറ്റാരും നടത്തിയതുമില്ല. സുരേഷ് ഗോപി ജയിച്ചു പോയെങ്കിൽ പോലും ശോഭയുടെ മുന്നേറ്റം പാർട്ടിക്ക് ഏറെ ആഹ്ലാദിക്കാനുള്ള വകയും നൽകിയിരുന്നു. ഇനി പാലക്കാട് LDFന് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 8.7% വോട്ടുകൾ കുറഞ്ഞു. UDFന്, വലതുമുന്നണിക്ക്, കോൺഗ്രസ് മുന്നണിക്ക് 1.74% വോട്ടും കുറഞ്ഞു. അപ്പോൾ ഈ കുറഞ്ഞ വോട്ടൊക്കെ BJPയിലേക്ക് പോയി. ആ വോട്ട് പിടിച്ചു വാങ്ങാൻ, ആ വോട്ടുകൾ തന്നിലേക്ക് ആകർഷിക്കാൻ, BJPയിലേക്ക് ആകർഷിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയ അച്ചീവ്മെൻറ്റ്. ഇനി പാലക്കാട് 2014 പാലക്കാടും 2019 ആറ്റിങ്ങലിലും ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 2009 പാലക്കാട് BJPക്ക് വെറും 68,804 വോട്ടുകളാണ് പാലക്കാട് ലഭിച്ചിരുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ 1,57,553 വോട്ടുകൾ ശോഭ വാങ്ങി. അതായത് എത്ര വോട്ടിൻ്റെ നേരെ ഇരട്ടിയല്ല, അതിനേക്കാൾ മുകളിൽ വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ 2009 നിന്ന് 2014 എത്തുമ്പോൾ പാലക്കാട് വാങ്ങിയത്. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2014 BJPക്ക് 90,528 വോട്ടുകൾ മാത്രമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP കാൻഡിഡേറ്റിന് കിട്ടിയത്. അവിടെ 2019 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടാണെങ്കിലോ 2,48,081 വോട്ടുകൾ. എത്ര ഇരട്ടി ആലോചിച്ച് നോക്കുക. ഒരു ഇരട്ടിയും പിന്നെയും കൂടുതൽ വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേടിയത്. ആലപ്പുഴ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2ാം സ്ഥാനത്തെത്തി. 5,352 വോട്ടുകൾ CPM സ്ഥാനാർത്ഥിയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ കൂടുതൽ വാങ്ങി. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ, വയലാറും പുന്നപ്രയുമൊക്കെയുള്ള രക്തസാക്ഷികളുടെ നാടായ ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രന് ഇത്രയധികം വേരോട്ടമുണ്ട്. അവർ മത്സരിച്ച ആറ്റിങ്ങലാകട്ടെ പാലക്കാടാകട്ടെ ആ മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രന് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലാണ്.
ഈ ബിപിൻ സി ബാബുവിൻ്റെ രംഗപ്രവേശത്തോടുകൂടി ഇനി ശോഭാ സുരേന്ദ്രൻ എന്താണ് ആലപ്പുഴയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമോ എന്ന ഭീതി ശോഭയ്ക്കുണ്ടാകാം. പക്ഷേ ശോഭയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമല്ലെങ്കിൽ പോലും ഒരു പക്ഷേയെങ്കിൽ പാലക്കാട് ക്രമാനുഗതമായ വോട്ട് നില കൂട്ടുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലമോ അത് പാർലമെൻറ്റ് സീറ്റാണെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ശോഭ മത്സരിച്ചാലും വോട്ട് കൂടുകയും ശോഭയ്ക്ക് ഈസിയായി ജയിച്ചു കയറാനും കഴിയുമെന്ന പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ 28.3% വോട്ടുകൾ കരസ്ഥമാക്കിയ സ്ഥാനാർത്ഥിയെ മറ്റിനിപ്പോൾ ആലപ്പുഴ കായംകുളമല്ല ഹരിപ്പാടാക്കി മാറ്റാം, ആ മണ്ഡലത്തിലോട്ട് നിർത്താമെന്ന് ചോദിച്ചു. ആ മണ്ഡലത്തിലും കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ടല്ലോ, ആ മണ്ഡലത്തിലേക്ക് നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രമേശ് ചെന്നിത്തലയുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ മറികടക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ ശോഭ കായംകുളം തന്നെയാകും പ്രിഫർ ചെയ്യുക. ബിപിൻ സി ബാബു കായംകുളത്ത് നോട്ടമിട്ട് അല്ലെങ്കിൽ പിടിമുറുക്കുന്നു അല്ലെങ്കിൽ തനിക്ക് അവിടെ നിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് ആ കളം ഒഴിഞ്ഞുകൊടുത്ത് പാലക്കാട്ടേക്കോ തിരുവനന്തപുരത്തേക്കോ പലായനം ചെയ്യേണ്ടി വരും എന്നതാണ് മറ്റൊരു പാർട്ടി യാഥാർത്ഥ്യം.